അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ച് ചേർന്നിരുന്ന് വീട്ടിൽ പാചകം ചെയ്യുക. മക്കള് അതിനെ സഹകരിച്ച് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ വന്നിരിക്കുക. ഇങ്ങനെയൊരു കുടുംബജീവിതം നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, എന്ത് രസമുള്ളതായിരിക്കുമെന്ന്. എല്ലാ കാര്യത്തിലും അച്ഛനും മക്കളും സഹായിക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം ഒരു എന്നാ പറയണേ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കില്ലേ. ആ ജീവിതത്തിന്റെ പാഠങ്ങൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ നിന്നായിരിക്കണം, ഇല്ലേ? പരസ്പരം സഹായിച്ച് അച്ഛനും അമ്മയും കൂടെ, അച്ഛൻ ജോലിക്ക് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു, അമ്മ അടുക്കള ജോലികൾ ചെയ്യുന്നു, അച്ഛന് ഫുഡ് പാകം ചെയ്തു കൊടുക്കുന്നു, മക്കൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, അവരെ എല്ലാവരും കൂടി എല്ലാം കൂടെ സഹകരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബജീവിതമാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ സന്തോഷമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പരസ്പര സഹായത്തോടെ ആയിരിക്കും ആ കുട്ടികൾ വളർന്നു വലുതാകുമ്പോഴും അവർ അങ്ങനെ അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന അല്ലെ അമ്മ കാണിച്ചു കൊടുക്കുന്ന ആ മാതൃകയെ ആ മക്കളെ പിന്തുടരുള്ളൂ. അതിന് നമ്മളെ കുഞ്ഞുനാൾ തൊട്ട് നമ്മളെ വേർതിരിക്കുമല്ലേ സമൂഹം. അതായത് കുഞ്ഞു കുട്ടിയായിരിക്കും പെൺകുട്ടികൾക്ക് ഒരു പാവ മേടിച്ചു കൊടുക്കുന്നു, കുറേ ചട്ടിയും കലവും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ. പെൺകുട്ടികളെ ആ കാലം തൊട്ട് തന്നെ നീ അടുക്കളപ്പണി ചെയ്യേണ്ടവളാണ്, നീ കുട്ടിയെ വളർത്തേണ്ടവളാണ് എന്നുള്ള രീതിയിൽ അവളെ വളർത്തിക്കൊണ്ടുവരുന്നു. ആ സമയത്തോ ആൺകുട്ടികൾക്ക് തോക്ക് മേടിച്ചു കൊടുക്കുന്നു, ട്രക്ക് മേടിച്ചു കൊടുക്കുന്നു, ഹെലികോപ്റ്റർ മേടിച്ചു കൊടുക്കുന്നു, വണ്ടി മേടിച്ചു കൊടുക്കുന്നു, എല്ലാം മേടിച്ചു കൊടുക്കും, ഇല്ലേ? അവിടെ തന്നെ അവരെ വേർതിരിക്കുകയാണ്. തിരിച്ചു ചെയ്താലും എന്താ പറ്റണേ? തിരിച്ചു ചെയ്താലും ഒന്നും പറ്റാൻ പോകുന്നില്ല. അവളത് കളിച്ചോണ്ടിരുന്നോളും. കാറും ഇതൊക്കെ അവൾക്കും കളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ അടുക്കളയിൽ പണിയേണ്ടവരാണ്, കുട്ടിയെ വളർത്തേണ്ടവളാണ് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അവിടെ തന്നെ നമ്മൾ ഒരു സമത്വമില്ലായകയുണ്ട് നമ്മുടെ ജീവിതത്തിലില്ലേ. നമ്മൾ സമത്വത്തോടു കൂടി മക്കളെ വളർത്തിക്കേ. മക്കൾ കുടുംബത്തിൽ നന്നായിട്ട് വളരുന്ന വേറെ കുടുംബത്തിൽ ചെന്നാലും അവർക്ക് ആ സ്വാതന്ത്ര്യത്തോടെ വളരെ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെയാകുമ്പം സ്വാതന്ത്ര്യവും പിണക്കങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ വളരാൻ സാധിക്കും. പല വീടുകളിലും ആൺകുട്ടികൾ അടുക്കളപ്പണി ചെയ്യുന്നത് മോശമാണ്, അല്ലെങ്കിൽ ഭർത്താവ് അടുക്കളയിൽ കയറുന്നത് മോശമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഭർത്താവും ചെയ്യാം. ഭർത്താവ് ഭാര്യ എന്നുള്ള വേർതിരിവ് അവിടെ കാണാണ്ടിരുന്ന പങ്കാളികളായിട്ട് ജീവിക്കുക. പങ്കാളി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അർത്ഥം? തുല്യമായിട്ടുള്ള ബിസിനസ് ആണെങ്കിലും പാർട്ട്ണർമാർ തുല്യമായിട്ടുള്ള അവകാശത്തോടു കൂടി രണ്ടുപേരും നിൽക്കുന്നത്. അപ്പം ഒന്നിച്ചുള്ളതാണ് പങ്കാളികൾ. അപ്പം അവരുടെ ജീവിതം ഒന്നിച്ച് നിൽക്കുമ്പോൾ അതൊരു വിജയമായിട്ടേ തീരുള്ളൂ, ഇല്ലേ? അതേപോലെ അവരെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ആ ഭവനത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ നമ്മുടെ മക്കളെയും കൂടെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആൺ-പെൺ വ്യത്യാസമില്ലാതെ രണ്ടുപേരും ചെയ്യാനും, പാത്രം കഴുകുന്നതാണെങ്കിലും അല്ലെങ്കിൽ തുണി അലക്കുന്നതാണെങ്കിലും ഒക്കെ ചെയ്യാനും നമ്മളെ മക്കളെയും നമ്മളെ പഠിപ്പിച്ചിരിക്കണം. നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ കൂടുകയും കൂടെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമുള്ളാവും. അല്ലാതെ അവിടെ വേർതിരിച്ച് കാണരുത്. ചിലർ പറയും അവനൊരു പെൺകോന്തനാന്ന് പറയും. അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടും അവർ ചെയ്യുന്നതുമാണ് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ചെയ്യുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. പെൺകോന്തനായിട്ടല്ല, അയാൾ അന്തസ്സായൊരു മനുഷ്യനായിട്ടാണ്, നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് അയാൾ നമ്മുടെ കൂടെ അടുക്കളയിൽ കയറി നമ്മുടെ കൂടെ സഹായിക്കാൻ കൂടുന്നത്. അതിനെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് തെറ്റായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് തമാശകൾ പറഞ്ഞു എല്ലാം സംസാരിക്കാനുള്ളൊരു വേദിയാക്കി നമുക്ക് അടുക്കളേനെ മാറ്റാം. പല കുടുംബങ്ങളിലും വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, അതിഥികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്നിരിക്കുമ്പോൾ അച്ഛൻ അവരോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും, അമ്മ ഉടനെ പോയി അടുക്കളയിൽ പോയി പണിയെടുത്തുകൊണ്ട് വരുന്നു. എന്നാൽ അമ്മ അവരുടെ കൂടെ ഇരിക്കുന്ന പ്രസ്ഥാനമേ ഇല്ല. അമ്മയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വെച്ചാൽ എന്നാൽ അച്ഛനും അമ്മയും കൂടെ വന്ന് എടുത്തുകൊണ്ട് പോയി കൊടുത്തു വർത്താനം പറഞ്ഞാൽ അവരോടും വാന്നും പറഞ്ഞ് കയറ്റി വന്നു സംസാരിക്കുക, അങ്ങനെയല്ല ചെയ്യുന്നത്. അതേപോലെ പല വീടുകളിൽ ആരെങ്കിലും വരുമ്പോഴത്തേന് ഹസ്ബൻഡ് ചോദിക്കണ കേൾക്കാം, എടുത്തുണ്ടോ എന്തെങ്കിലും എടുത്തേ, ഇവിടെ തേയിലയുണ്ടോ പഞ്ചസാരയുണ്ടോ ഒന്നും അറിയില്ല. അതിനു മുമ്പ് അവിടെ ഇരുന്ന് ആജ്ഞാപിക്കും, എടി ചായ എടുത്തേ, ഒരു 2-3 ചായ ഇങ്ങെടുത്തേ, 2-3 അതിങ്ങെടുത്തേ ഇതിങ്ങെടുത്തേ എന്നൊക്കെ പറയും, ഇല്ലേ? നാരങ്ങ വെള്ളം ഇങ്ങെടുത്തേ എന്നൊക്കെ പറയും. പക്ഷെ ആ വീട്ടിൽ ആ സാധനം ഉണ്ടോന്നോ അവിടെ ഇരിപ്പുണ്ടോന്നോ ഒന്നും അന്വേഷിക്കാതെ പറയുന്നത്. അപ്പോഴത്തേനും ഭാര്യ അടുക്കളയിൽ കിടന്നൊരു വട്ടത്തിക്കറക്കും, ഒരു ടെൻഷനടിയും, ഭയങ്കര ബഹളം. ഇതിലെന്താ ആവശ്യമിരിക്കണേ? ചില ചെറുക്കന്മാർ കാണിക്കണമല്ലേ, ഭാര്യമാർ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓടി വന്നൊരു കെട്ടിപ്പിടുത്തോ ഒരു ഉമ്മ കൊടുക്കലോ ഒക്കെ ചെയ്യും. എന്നാൽ അവിടെ ഇരിക്കണ ഒരു ഇച്ചിരി വെള്ളം തിളപ്പിക്കാനോ ഒരു പാത്രം എടുത്ത് വയ്ക്കില്ല ആ സ്റ്റൗവേൽ. വലിയ സ്നേഹമൊക്കെ വലിയ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ച് എന്നാൽ 2 പാത്രം എടുത്തു കൊടുത്ത് അവളെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ 2 പാത്രം കഴുകി വെച്ച് അവളെ സഹായിച്ചേക്കാം എന്ന് വെക്കില്ല.
ഇതൊക്കെ നമ്മൾ മക്കളെ കുഞ്ഞിലേ പഠിപ്പിക്കണം. എല്ലാം ചെയ്യാൻ, എല്ലാ പണികളും ചെയ്യാൻ മക്കളെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. അല്ലാതെ ഇന്ന പണിയെ ചെയ്യുള്ളൂ, എൻ്റെ മകൻ വലിയ ഗസറ്റഡ് ഓഫീസറാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ അങ്ങനെ ഇങ്ങനെ ഉദ്യോഗസ്ഥനാണ്. ഈ സ്ത്രീകളും ജോലി ഉള്ള പെണ്ണുങ്ങളും അടുക്കളപ്പണി ചെയ്യുന്നവരുണ്ടെന്നേ. സ്ത്രീകളും ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ അടുക്കളപ്പണിയും കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന, പിന്നെ ഒരേ ലെവലിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ഉണ്ട്. രണ്ടുപേരും ഒരേ ലെവലിൽ ജോലി ചെയ്യുന്നവരാണേലും അടുക്കളപ്പണിയും കൂടെ ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു എന്നാന്ന് പറയുന്നത് ഒരു മനുഷ്യത്വപരമായ കാര്യം കൂടെയല്ലേ. അവള് കുട്ടികളെയും വളർത്തണം, കുട്ടികളുടെ കാര്യം നോക്കണം, ജോലിയും ചെയ്യണം, പിന്നെ വീട്ടിലെ പണികളും ചെയ്തിട്ട് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ടല്ലേ. അപ്പം എല്ലാ കാര്യവും നമ്മൾ വീട്ടിലെയാണ് പഠിപ്പിക്കേണ്ടത്. ജീവിത പാഠം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ്. എല്ലാത്തിനും പരസ്പരം സഹായിക്കുക, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടിയിരുന്ന് എല്ലാം സംസാരിക്കുകയും ചെയ്യുക. ചില വീടുകളിൽ ആരെങ്കിലും വരുമ്പോഴത്തേനും പെണ്ണുങ്ങൾ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ നിന്ന് വെച്ച് സംസാരിക്കുകയുള്ളൂ, വിളിച്ച് സംസാരിക്കും. ഭർത്താക്കന്മാർ പുറത്തു നിന്നും അവരോട് സംസാരിക്കണേയും കാണാം. അതൊക്കെ വെറുതെയാണ്. ഒപ്പം പോയിരുന്ന് സംസാരിക്കുക സ്ത്രീകൾ. അങ്ങനെയാണ് സമത്വം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും അമ്പലത്തിൽ കയറുകയോ അല്ലെങ്കിൽ പരമ്പരാഗത ആചാരങ്ങളെ തച്ചുടയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിനല്ല സ്ത്രീകൾ പോകേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ടത് വീടുകളിൽ സമത്വമാണ് വേണ്ടത്, അല്ലാണ്ട് വേറൊന്നിനുമല്ല സമത്വം വേണ്ടത്. വീടുകളിൽ സമത്വം ഉണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ആ സമത്വം ഉണ്ടാകണമെങ്കിൽ ഭർത്താക്കന്മാർ തീരുമാനിക്കണം. ഭർത്താക്കന്മാർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ ചെയ്തോളും. അവരുടെ ഭാര്യമാരോടും അങ്ങനെ പെരുമാറുള്ളൂ. അല്ലാണ്ട് ഭർത്താക്കന്മാർ ഞാനാണ് വലിയ ഓഫീസറെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരുകയില്ല. അടുത്ത തലമുറ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ തലമുറ കൈമാറി വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും തുല്യമായൊരു നീതി ഉണ്ടെങ്കിൽ ആ കുടുംബം സന്തോഷത്തോടെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭർത്താവും ഭാര്യയും ബാധ്യസ്ഥരാണ്. അത് മക്കളെയും കൂടെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവില്ലാതെ തന്നെ കുഞ്ഞുനാളെ അവരെ വളരാൻ ശ്രമിക്കണം. അതേപോലെ ആൺകുട്ടി നിന്റെ ബോഡി ഗാർഡാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കരുത് പെൺകുട്ടിക്ക്. നിങ്ങൾ രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നിന്നെ സംരക്ഷിക്കേണ്ട ഇവനാണെന്നുള്ള രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഒരു സ്വയം പര്യാപ്തം എത്തൂല. ആ കൊച്ചിങ്ങനെ പേടിച്ച് അങ്ങനെ എനിക്ക് ചില പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി പോകാനൊക്കെ എന്ത് പേടിയാന്നുള്ള പെൺകുട്ടികളുണ്ടെന്നറിയാവോ. അതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോയാൽ പീഡനമായിരിക്കും അങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ ആളുടെ കൂടെ എങ്ങനെ കല്യാണം കഴിച്ചു വിടും? പുറത്തിറങ്ങി പോകാൻ മറ്റൊരാളുടെ തുണയില്ലാണ്ട് പുറത്തു പോകില്ല എന്ന് പറയുന്ന ആ കുട്ടീനെ നമ്മൾ കല്യാണം കഴിക്കണത് അറിയോ കേൾക്കും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം എന്ത് വിശ്വസിച്ചാണ് നമ്മൾ കല്യാണം കഴിക്കണേ? അങ്ങനെ വളർത്തരുത് പെൺകുട്ടികളെ. നല്ല ധൈര്യവതികളാക്കി, നല്ല ബോൾഡായ പെൺകുട്ടികളായിട്ട് നമ്മൾ വളർത്തണം. ആ പെൺകുട്ടികളായിരിക്കണം സമൂഹത്തിന് വേണ്ടത്. അല്ലാണ്ട് ഞാൻ എന്നോർത്തോണ്ട് എല്ലാവരെയും താത്തിക്കെട്ടുന്ന സ്വഭാവം നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചീത്ത ചെയ്യുന്ന പെൺകുട്ടികളല്ല പറയുന്നത്. അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളായിട്ട് വളരണമെങ്കിൽ അവൾ ധൈര്യമുള്ള പെൺകുട്ടിയായിരിക്കണം. അല്ലാതെ എപ്പോഴും ചപലകളും അവലകളുമായിട്ട് ജീവിച്ചിട്ടൊന്നും ഇനിയുള്ള ലോകത്തിൽ ഒരു കാര്യവുമില്ല. ഇനി സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരുന്ന് തീരുമാനിക്കുന്ന കുടുംബത്തിൻ്റെ ഐശ്വര്യം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ആ കുടുംബത്തിൽ എന്നാന്ന് പറയുന്നത് സമാധാനവും സന്തോഷം, ആ മക്കൾക്ക് സമാധാനം സന്തോഷം ഉണ്ടായിരിക്കും. ആ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഭാര്യയും ഭാഗ്യവതിയായിരിക്കും. കാരണം ആ മകൻ അച്ഛനെയും അമ്മേനെയും കണ്ടാണ് വളർന്നേക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കേ.